ഇന്ന് നമ്മൾ കിഴക്കമ്പലത്താണ് വന്നുള്ളത്. മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വലിയൊരു വില്ല പ്രോജക്റ്റിനകത്ത് യുണീക്ക് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 3 സെൻറ്റ് 800 ലെങ്സാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എറണാകുളം, എടപ്പള്ളി, തൃപ്പൂണിത്തുറ, ആലുവ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. വലിയൊരു വില്ല പ്രോജക്റ്റുമാണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ട് ഫ്രണ്ടേജാണ് നമ്മുടെ വില്ല എൻട്രൻസ് വന്നുള്ളത്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. അപ്പോൾ 5 മീറ്റർ വൈഡ് റോഡാണ് ഇതിന് ഇൻറ്റേർണലായിട്ട് കൊടുത്തുള്ളത്. യൂണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് എലവേഷൻ ഡിസൈൻ ചെയ്തുള്ളത്. അതിനോട് ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ മതിലിനെ പാറ്റേണും കൊടുത്തുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ടും ചെടികൾ കൊടുത്തിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ഗേറ്റിൻ്റെ ഡിസൈനും മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനുണ്ട്. അതായത് ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് ചെയ്തിട്ടാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് 2 പവർ സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ നമുക്ക് ഒരേ ടൈമിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഇവിടെ നടക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് LED ലൈറ്റുകളും ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ നോർത്ത് സൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. ഈ ഭാഗം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ്. നല്ലൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ചെടികളെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു സർക്കിൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീട്. അതുപോലെ ഇതിൻ്റെ ഡോറ് വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നതും ടീക്കിൽ തന്നെയാണ്. കയറി വരുന്ന എൻട്രൻസിൽ ടൈലിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് വന്നിരിക്കുന്ന ഒരു മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ഒരു ടൈൽ പാറ്റേൺ ആണോ എന്നുള്ളത്. ഇത് കൂടാതെ ഈ ഭാഗത്തായിട്ട് മാറ്റ് ഡിസൈനിലുള്ള 4x2 ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ടൈല് കമ്പനി വന്നിരിക്കുന്നത് ഹിൻഡ്യൂർ എന്നൊരു കമ്പനിയുടെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ L ഷേപ്പിൽ നമുക്ക് കോർണർ സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. ടീപ്പ് കൊടുക്കാവുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു TV സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് പാനൽ ചെയ്തിരിക്കുകയാണ്. അതിൽ ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫാർ സീലിങ്ങിൽ LED ഡിസൈൻ വർക്കുകളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തത്. ഫാൻ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സെപ്പറേഷനോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതായത് സ്റ്റെയർ വന്നിരിക്കുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിൽ മിററൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് സെപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ വിത്ത് ഓപ്പൺ കിച്ചണോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം വലിപ്പമുള്ള ഡൈനിങ് ടേബിൾ ഇട്ടാൽ തന്നെയും കൺജസ്റ്റ് ആവില്ല. നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കൂട്ടിയാട് വരുന്നുണ്ട്. ഇവിടെ ഒരു പെർമനൻറ്റ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ആയിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തുള്ളത്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയും ഒരു ഫൗണ്ടൻ കൊടുത്തിരിക്കുകയാണ്. വാട്ടർ സർക്കിൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ വർക്കുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരാം. സ്റ്റെയറിനടിയിൽ ഡബിൾ ഹൈറ്റ് ആണ്. ആ ഭാഗം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് പെബിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂർ സ്റ്റോണും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് വാഷ് ചെയ്ത് ഇവിടെ ഒരു പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അപ്പം ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ തന്നെ വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വുഡിലാണ് ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡൈനിങ് സ്പേസിൽ മേലെ കൊടുത്തിരിക്കുന്ന ഫാൻസി ലൈറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിൻ്റെ മേലെ ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ലാമിനേഷൻ വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഫാർ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ വന്നിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മേലെ പ്ലേസ് ചെയ്തിരിക്കുന്നതെല്ലാം ഗ്രാനൈറ്റിൽ തന്നെയാണ്.
ടൈൽ പാറ്റേൺ വന്നപ്പോൾ വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലായി. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ക്വാളിറ്റി ഉള്ള സിങ്ക് വന്നിട്ടുണ്ട്, 2 ടാപ്പ് വന്നിട്ടുണ്ട്. വശങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലും തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ്. ധാരാളം കബോർഡുകൾ കൈ എത്തുന്ന ദൂരത്ത് തന്നെയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുക്കളയുടെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സ്പേസിൽ വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ് കയറാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് കിഴക്കോട്ട് ഇറങ്ങാം. വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വെല്ല് വരുന്നത്. അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ബോർവെല്ലാണ് കൊടുത്തിട്ടുള്ളത്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അങ്ങനെ 2 വാട്ടർ സോഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് ഈസ്റ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അതായത് ബേബിൻ്റെ പോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായിട്ടാണ് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും അതും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് വാം ലൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന കയറി വരുന്ന ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. ലിക്വിഡ്സും സോപ്പും ഒക്കെ നമുക്ക് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനെ LED ലൈറ്റ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. മിറർ അതിന് കൊടുത്തിരിക്കുന്ന ലൈറ്റും ഭംഗിയുള്ള ലൈറ്റ് തന്നെയാണ്. ഇനി ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ്. ടെലിഫോൺ ഷവറൊക്കെ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മാറ്റാണെങ്കിൽ ഭിത്തി ക്ലോസ് ചെയ്യാണ്. ഫൈബർ ഡോർ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ് ഡാൻഡിൻ്റെ സ്വിച്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. നേരെ സ്റ്റെപ്പ് കയറുകയാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നതൊക്കെ വുഡിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. മേലേക്ക് കയറാം. കയറി വരുന്ന ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. വെസ്റ്റ് സൈഡാണ്. ഇവിടെയും വലിപ്പമുള്ളൊരു വിൻഡോസും വന്നിട്ടുണ്ട്. മേലേക്ക് കയറാം. കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. ഇവിടെ ടൈൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഹാൻഡ് ഡ്രില്ല് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബാൽക്കണി നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനൊരു ബാൽക്കണിയോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലായിട്ടാണ് വലിപ്പമുള്ള വാൾഡ്രോബ്സുകൾ കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൂടാതെ ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം. ഒന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിന്ന് ഒരു കപ്പ് കോഫിയൊക്കെ കുടിക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിലിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ കളർ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ്. ഇനി ഷവർ സ്പേസിലേക്ക് വരാം. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ഷവറോട് കൂടി തന്നെയുള്ള ഫിറ്റിങ്സാണ്. റെയിൻ ഷവറും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് 11 അടി നീളവും 9 അടി വീതിയിലുമാണ്. മാത്രമല്ല ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. വലിപ്പമുള്ള കബോർഡാണ് ഇവിടെ കൊടുത്തുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. ഒരു സർക്കിൾ ഷേപ്പായി കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഫാൾ സീലിങ്ങിലും ഭംഗിയായിട്ട് ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോസുകളാണ് ഈസ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നേരെ കബോർഡിലേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് കബോർഡിൻ്റെ ഡോർസുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഡ്രസ്സിങ് ടേബിളും വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 12 അടി വീതിയിലുമാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ, വാഷ് ബേസിൻ, അതുപോലെ തന്നെ പില്ലർ ക്ലോക്ക് ഒക്കെ വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ്. സിംഗിൾ പീസ് ക്ലോസറ്റ് മാത്രമാണ് സെറോ എന്നുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ, അതുപോലെ തന്നെ ടെലിഫോൺ ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്.
കവേർഡ് ബാൽക്കണിയാണ് കിട്ടിയിട്ടുള്ളത്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈൽ ഒരു മാറ്റ് റഫ് ഫിനിഷുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സ് എല്ലാം സ്റ്റീലിൻ്റെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. മേലെ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ സർക്കിൾ ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കളർ ഡിസൈൻ എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നോക്കി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 800 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻറ്റീരിയർ ഡിസൈനും മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.